ഹലോ ഓൾ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ഹിസ്റ്ററി സെക്കൻഡിലെ ഇമ്പീരിയലിസം ആൻഡ് കൊളോണിയലിസം എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കടക്കാം. അതായത് സാമ്രാജ്യത്വവും കൊളോണിയലിസവും. സാമ്രാജ്യത്വവും കൊളോണിയലിസവും ലോക ചരിത്രത്തിൻ്റെ ഗതിയെ ആഴത്തിൽ രൂപപ്പെടുത്തിയ രണ്ട് പരസ്പര ബന്ധിതവും എന്നാൽ വ്യത്യസ്തവുമായിട്ടുള്ള ചരിത്ര പ്രതിഭാസങ്ങളാണ്. മറ്റ് പ്രദേശങ്ങളുടെയും ജനങ്ങളുടെയും മേൽ ശക്തമായ ഒരു രാഷ്ട്രമോ സാമ്രാജ്യമോ നടത്തുന്ന വിവിധ തരത്തിലുള്ള ആധിപത്യവും നിയന്ത്രണവും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ആശയമാണ് സാമ്രാജ്യത്വം. സാമ്പത്തിക സാമ്രാജ്യത്വം, രാഷ്ട്രീയ സാമ്രാജ്യത്വം, സാംസ്കാരിക സാമ്രാജ്യത്വം എന്നിങ്ങനെ വിവിധ രീതികളിൽ സാമ്രാജ്യത്വം പ്രകടമാകാം. എന്നാൽ കൊളോണിയലിസം ആകട്ടെ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു പ്രത്യേക ഉപവിഭാഗമാണ്. വിദേശ പ്രദേശങ്ങളിൽ കോളനികൾ സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന രീതിയെ ഇത് സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സാമ്രാജ്യത്വത്തിൻ്റെ സവിശേഷതകളെ നോക്കാം. ആദ്യമായിട്ട് സാമ്പത്തിക ലക്ഷ്യങ്ങൾ. സാമ്രാജ്യത്വത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമം. അടുത്തതായിട്ട് രാഷ്ട്രീയ നിയന്ത്രണം. സാമ്രാജ്യത്വ ശക്തികൾ കോളനിവൽക്കരണത്തിലൂടെയോ പരോക്ഷ ഭരണകൂടത്തിലൂടെയോ അവരുടെ കോളനികളിൽ രാഷ്ട്രീയ നിയന്ത്രണം സ്ഥാപിച്ചു. അവർ തങ്ങളുടെ നിയമപരവും ഭരണപരവുമായ സംവിധാനങ്ങൾ കോളനിവൽക്കരിച്ച പ്രദേശങ്ങളിൽ അടിച്ചേൽപ്പിച്ചു. പലപ്പോഴും പ്രാദേശിക ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ഒക്കെ അവഗണിച്ചു. അടുത്തത് സാംസ്കാരികവും സാമൂഹികവുമായ സ്വാധീനം. സാമ്രാജ്യത്വവും കോളനിവൽക്കരിക്കപ്പെട്ടതുമായ സമൂഹങ്ങളിൽ സാമ്രാജ്യത്വം ആഴത്തിലുള്ള സാംസ്കാരികവും സാമൂഹികവുമായ സ്വാധീനം ചെലുത്തി. അതിശക്തികൾ പലപ്പോഴും കോളനിവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ മേൽ അവരുടെ ഭാഷ, അവരുടെ മതം, സാംസ്കാരിക മാനദണ്ഡങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ചു. ഇത് സാംസ്കാരിക സ്വാംശീകരണത്തിനും ചിലപ്പോൾ തദ്ദേശീയ സംസ്കാരങ്ങളുടെ നഷ്ടത്തിനും വരെ ഇടയാക്കി. നെക്സ്റ്റ്, പ്രതിരോധവും ദേശീയതയും. കോളനിവൽക്കരിക്കപ്പെട്ട ആളുകൾ പലപ്പോഴും സാമ്രാജ്യത്വ ഭരണത്തെ ചെറുത്തു. ഇത് നിരവധി സംഘർഷങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമൊക്കെ കാരണമായി. അടുത്തത് മനുഷ്യാവകാശ ലംഘനങ്ങൾ. നിർബന്ധിത തൊഴിൽ, അടിമത്തം, വിയോജിപ്പുകളെ അക്രമാസക്തമായ അടിച്ചമർത്തൽ എന്നിവയുൾപ്പെടെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാൽ സാമ്രാജ്യത്വം പലപ്പോഴും അടയാളപ്പെടുത്തിയിരുന്നു. സാമ്രാജ്യത്വത്തെപ്പറ്റി ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് കൊളോണിയലിസം. എന്താണ് കൊളോണിയലിസം? കൊളോണിയലിസം ലോകത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയ സങ്കീർണവും ബഹുമുഖവുമായ ഒരു ചരിത്ര പ്രതിഭാസമാണ്. ഒരു ദേശീയ കൂട്ടം ആളുകൾ മറ്റൊരു പ്രദേശത്തിന്മേൽ അതിൻ്റെ നിയന്ത്രണം വ്യാപിപ്പിക്കുന്ന രീതിയെ ഇത് സൂചിപ്പിക്കുന്നു. പലപ്പോഴും തദ്ദേശീയ ജനതയെ കീഴ്പ്പെടുത്തുന്നത് ഉൾപ്പെടുത്തുന്നു. കൊളോണിയലിസം ചരിത്രത്തിൻ്റെ ഗതിയെ രൂപപ്പെടുത്തുകയും സമൂഹങ്ങളെ പുനർനിർമ്മിക്കുകയും സമകാലിക ആഗോള ചലനാത്മകതയെ സ്വാധീനിക്കുന്ന ശാശ്വതമായ ഒരു പാരമ്പര്യം അവശേഷിപ്പിക്കുകയും ചെയ്തു. ചൂഷണാത്മക കൊളോണിയലിസം, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലെ പരിമിതമായ നിക്ഷേപം, അതുപോലെ തന്നെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള തകർച്ച. ആന്തരിക കൊളോണിയലിസം, രാഷ്ട്രീയ ആധിപത്യങ്ങൾ, സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള പാർശ്വവൽക്കരണം, ഭൂമിശാസ്ത്രപരമായ അസമത്വങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ കൊളോണിയലിസത്തിൽ സംഭവിച്ചതാണ്. അടുത്തതായിട്ട് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യമാണ് നിയോ കൊളോണിയലിസം. എന്താണ് നിയോ കൊളോണിയലിസം? നിയോ കൊളോണിയലിസം എന്നത് മുൻ കൊളോണിയൽ ശക്തികളോ മറ്റ് പ്രബല രാഷ്ട്രങ്ങളോ വികസിതമോ പുതുതായി സ്വതന്ത്രമോ ആയ രാജ്യങ്ങളിൽ ചെലുത്തുന്ന തുടർച്ചയായ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക സ്വാധീനത്തെ സൂചിപ്പിക്കുന്നു. പ്രദേശങ്ങളുടെ നേരിട്ടുള്ള നിയന്ത്രണവും അധിനിവേശവും ഉൾപ്പെട്ട പരമ്പരാഗത കൊളോണിയലിസത്തിൽ നിന്ന് വ്യത്യസ്തമായി നവ കൊളോണിയലിസം കൂടുതൽ സൂക്ഷ്മവും പരോക്ഷവുമായിട്ടുള്ള മാർഗങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. പലപ്പോഴും ആധിപത്യം നിലനിർത്താൻ സാമ്പത്തികവും നയതന്ത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചു. അടുത്തതായി നമുക്ക് കൊളോണിയലിസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ടെറിറ്റോറിയൽ കൊളോണിയലിസം ഏറ്റെടുക്കൽ. ഒരു വിദേശ പ്രദേശത്തിൻ്റെ ശാരീരിക അധിനിവേശവും നിയന്ത്രണവും ഉൾപ്പെടുന്നു. കോളനിവൽക്കരണ അധികാരങ്ങൾ കോളനിവൽക്കരിച്ച പ്രദേശത്ത് സെറ്റിൽമെൻറ്റുകളോ കോട്ടകളോ ഭരണകേന്ദ്രങ്ങളോ ഒക്കെ സ്ഥാപിക്കുന്നു. ഫലപ്രദമായിട്ട് ഉടമസ്ഥാവകാശം അവകാശപ്പെടുകയും ചെയ്യുന്നു. അടുത്തതായി രാഷ്ട്രീയ കോളനിക്കാർ ആധിപത്യം എന്നുള്ളതാണ്. കോളനിവൽക്കരിച്ച പ്രദേശത്ത് അവരുടെ രാഷ്ട്രീയ വ്യവസ്ഥയും അധികാരവും അടിച്ചേൽപ്പിക്കുക. തദ്ദേശീയ ഭരണ ഘടകങ്ങളെ കൊളോണിയൽ ഭരണകൂടങ്ങൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യുന്നത് പലപ്പോഴും ഇതിൽ ഉൾപ്പെട്ടു. അടുത്തത് സാംസ്കാരിക സ്വാംശീകരണം.
കോളനിവൽക്കരണ ശക്തികൾ അവരുടെ സംസ്കാരം, ഭാഷ, മതം എന്നിവ തദ്ദേശീയ ജനതയുടെ മേൽ അടിക്കടി അടിച്ചേൽപ്പിച്ചിരുന്നു. അടുത്തത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. കൊളോണിയൽ ഭരണം പലപ്പോഴും സാമൂഹിക ശ്രേണിയിൽ കലാശിക്കുന്നു. അടുത്തതായി ദീർഘകാല ആഘാതം. കൊളോണിയൽ ശക്തികൾ വിട്ടുപോയതിന് ശേഷവും കൊളോണിയലിസത്തിൻ്റെ ഫലങ്ങൾ അപ്പോഴും നിലനിന്നു. കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങൾ അവരുടെ കൊളോണിയൽ ചരിത്രത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നത് തുടരാം. അടുത്തത് കോളനിവൽക്കരണാനന്തര പ്രശ്നങ്ങൾ. കൊളോണിയലിസത്തിൻ്റെ സ്വാധീന പാരമ്പര്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ആഭ്യന്തര രാഷ്ട്രങ്ങളിലും തുടരുന്നു. കോളനിവൽക്കരണത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ കോളനിവൽക്കരണാനന്തര രാഷ്ട്രങ്ങൾ പലപ്പോഴും സ്വത്വം, ഭരണം, വികസനം തുടങ്ങിയ പ്രശ്നങ്ങളുമായി മുഖം തിരിക്കുന്നു. കൊളോണിയലിസത്തിൻ്റെ ഈ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിന് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളിൽ അത് ചെലുത്തുന്ന ശാശ്വതമായിട്ടുള്ള സ്വാധീനവും മനസ്സിലാക്കാൻ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു പാഠത്തിൽ, അഥവാ ബ്രിട്ടീഷ് ഹിസ്റ്ററി സെക്കൻഡിലെ ബ്ലോക്ക് 3-ലെ 1-ാമത്തെ യൂണിറ്റായ ഇമ്പീരിയലിസം ആൻഡ് കൊളോണിയലിസം എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.